എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. അതെങ്ങനെ എയറിലായി മനസ്സിലായില്ല. അതായത് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതരത്തിലുള്ള മണ്ടന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവനെ പോലൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കലായതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും എന്നുള്ളത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ആക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ അത് വീഡിയോ ആക്കും. എക്സാക്ട്ലി. തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള. രണ്ടായാലും ഇത് വേലിയിലിരുന്ന പാമ്പായിരുന്നു. പോണതിന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേര്. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച വേണം. ഇല്ല എനിക്ക് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. വെറുതെ ഒരു വർഷക്കാരൻ എനിക്ക് ഒരു പാലക്കാട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി നിൽക്കുക. പക്ഷെ ഇങ്ങനെ കൈ കഴുകിയിട്ട് ഈ കണ്ണാടി ഇങ്ങനെ നോക്കിയിട്ട് താനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഇവനെ അവിടെയുള്ള വെയിറ്റർമാരൊക്കെ കൂടെ പിടിച്ചു നിർത്തിയപ്പോ പറയാ ആ കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം, കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം. ഇപ്പൊ അവിടെ വെയിറ്റർ പോയാ എന്നാ പിന്നെ നിനക്ക് ഈ ഹോട്ടലിൽ ഒരു ബോംബ് വെച്ച് തകർത്തിട്ട് അതിന്റെ പൈസ കൊടുത്താൽ പോരെ. കണ്ടില്ലേ, അവൻ ആകെ വ്യത്യസ്തമാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ വേറെ രീതിയിലാണ് കാണുന്നത്. അതുപോലെ ഇവക്ക് അലർജിയാണ് വൈഫിന്. അപ്പം കുറെ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്ക് നല്ല ചേർച്ചയാ. എങ്ങനെ ഒത്തു കിട്ടി? നമുക്ക് ബേസിക് കിട്ടേണ്ട ഫെസിലിറ്റി കിട്ടിയിട്ടില്ല. അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. അത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തീരുമാനമാവാത്തോണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ. അപ്പൊ ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ റൂം വൃത്തിയുള്ളത് നോക്കി എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നമ്മളത് വീഡിയോ ഇടയ്ക്കൊരു ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ?